വലിയ ഫോഴ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന യൂത്ത് കോൺഗ്രസ് അല്ല. പ്രളയം വന്നാൽ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പുതിയ പാലത്തിനായി ഒരു പുതിയ സമരം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തുടങ്ങും. ഈ റോഡ് ഉപരോധം ഉണ്ടാക്കിയത് പിണറായിയുടെ പോലീസാണ്. ജയശങ്കറിന്റെ തല പൊട്ടിച്ചത്. ഇതൊന്നും കേൾക്കാതെ ഇനിയും രാത്രി കൊണ്ടുവരുന്നുണ്ടാവോ? ഇത് വലിയ ഫോഴ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന യൂത്ത് കോൺഗ്രസ് അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് മാത്രം അത് ഓർത്താൽ മതി. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് കൈവരി വെക്കാൻ കഴിയില്ല. ഞങ്ങളത് സ്ഥാപിക്കാം. അനുവാദം തരൂ, നിങ്ങളത് അനുവാദം തരൂ. ഇനി അവിടെ കിടക്കുന്ന ബാരിക്കേഡ്, ആ കൈവരി നിങ്ങൾക്ക് അത് എടുക്കുന്നതിന്റെ പ്രശ്നമാണെങ്കിൽ ഇത് ഞങ്ങൾ വെക്കാൻ തയ്യാറാണ്. അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെ കാലതാമസം നിങ്ങൾ കൊണ്ടുപോകരുത്. ഇതും കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പുറകോട്ടില്ല. ഈ പാലം അപകടാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനിയൊരു പ്രളയം വന്നാൽ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പുതിയ പാലത്തിനായി ഒരു പുതിയ സമരം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തുടങ്ങും. ഈ സമരത്തിൽ പങ്കെടുത്തവരോട് പറയാനുള്ളത്, ഒരിക്കൽ കൂടി പോലീസിനോട്, ഇവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ എത്രയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ റോഡ് ഉപരോധമല്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചാണ്. ഈ റോഡ് ഉപരോധം ഉണ്ടാക്കിയത് പിണറായിയുടെ പോലീസാണ്. ഒരു കാര്യം പറയാം, ജയശങ്കറിന്റെ തല പൊട്ടിച്ചത് എന്തിനാണ്? 57 വയസ്സായി നാരായണസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എന്തിനു വന്നതാ? ആ പ്രതിഷേധത്തിനകത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ മാറ്റി നിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു. അതടിച്ചവര്, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ പോലീസുകാരും മോശമല്ലട്ട. പക്ഷേ ചില പോലീസുകാരുണ്ട്, അവരുടെ പേര് ഞങ്ങൾക്കറിയാം, മേൽവിലാസം ഞങ്ങൾക്കറിയാം, പിൻകോഡ് ഞങ്ങൾക്കറിയാം, പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്കറിയാം. തിരിച്ചു വേണ്ടത് വേണ്ട സമയത്ത് അങ്ങ് തിരിച്ചു തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തകർക്ക് വേണ്ടി നൽകാനുള്ളത്, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസുകാർക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചപ്പോ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ വിഷയം വന്ന 9 സഹപ്രവർത്തകരെ, എത്രയോ ആളുകളെ കൈ കൊടുത്തിരിക്കുക. അവരൊക്കെ ആക്രമിച്ച പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച്.